എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 114 ഓക്കെ. പോകും എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയോയിൻ അവൻ്റെ 3 മിസ്റ്റീരിയസ് ചേഞ്ച് എന്ന സീക്രട്ട് ടെക്നിക്കിലെ മോസ്റ്റ് പവർഫുള്ളായ അവസാന ലെവലായ 3ാമത്തെ ചേഞ്ച് എടുക്കുകയാണ്. ഇതുകൊണ്ട് ഷോക്കായി ബാക്കിയുള്ളവർ നേരെ വരികയാണ്. അവൻ്റെ സ്പീഡ് മുൻപത്തെ പോലെ അല്ലായിരുന്നു, ജസ്റ്റ് മിസ്സിനായിരുന്നു. എങ്കിലും അവർ തമ്മിലുള്ള ഫൈറ്റ് അത് തുടങ്ങി. മുൻപ് വരെ പുച്ഛമായിരുന്നു പ്രൊട്ടക്ടർ പൂ ഇപ്പോൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവനോട് പറയുന്നുണ്ട്, നിന്റെ ഈ സീക്രട്ട് ടെക്നിക്ക് ടൈം ഓവറാകുമ്പോൾ നീ പഴയതുപോലെ ആകും, അതിന് നീ ഈ ടൈം മതി നിന്നെ ഫിനിഷ് ആകാൻ എന്ന് തിരിച്ച് ഒരുപാട് നോക്കുന്നുണ്ട്. ഇവൻ ആ ചങ്ങല പോലെയുള്ള എന്നാൽ അതെല്ലാം ഒറ്റ അടിക്കാണ് ഇല്ലാതാക്കുന്നത്. അവൻ്റെ ലെവൽ ഇപ്പോൾ ഡൗസോങ് 7 സ്റ്റാറാണ്. പ്രൊട്ടക്ടർ പൂവിനേക്കാൾ ഒരു ലെവൽ കുറവെന്നേ ഉള്ളൂ. 2 സ്റ്റാർ 7ലേക്ക് എത്തിയെങ്കിൽ പ്രൊട്ടക്ടർ പൂ വിയർക്കുന്നുണ്ട്. യാവച്ചൻ പോലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണ് നീ എങ്കിൽ ലോകം സ്ട്രേഞ്ചർ തിങ്സ് ആകണം എന്ന് പറഞ്ഞ് സോളിലോക്കും പൈത്തൺ എന്ന ഈവൽ ടെക്നിക്ക് അത് ഉപയോഗിക്കാൻ തുടങ്ങി. ചങ്ങല കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി എന്നതാണ്. ഷിയോയിനെ നേരെ വിട്ട് അതുകൊണ്ട് അവൻ ക്രോസ് വിട്ട് നോക്കി, എന്നാൽ അത് കഴിഞ്ഞില്ല. റൂളർ ടെക്നിക്കിൻ്റെ ഉപയോഗിച്ച് അത് ഒരുവിധം വർക്കായതുപോലെ. എന്നാൽ പിന്നെ എന്തോ ഒരു സ്കില്ല് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് പവേഴ്സ് വരുന്നു, അത് തടയുകയാണ്. കുറെ നോക്കി കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പായി. ആ സമയം നോക്കി ഷിയോയിൻ അവൻ്റെ ഓപ്പൺ മൗണ്ടൻ സീല് എന്നത് ഉപയോഗിക്കുന്നു. അതിൻ്റെ കൂടെ സീ ഫ്ലിപ്പിംഗ് സീലും അതും കൂടി രണ്ടും കൂടി ആയപ്പോൾ തന്നെ അത് മുഴുവനായിട്ടും ബ്രേക്കായി. അതുകൊണ്ട് വിശ്വസിക്കാനാതെ നിൽക്കുകയാണ്. ഇതെങ്ങനെ എന്ന് കരുതി പോകാൻ നിൽക്കുമ്പോൾ പിറകെ എന്നിട്ട് ആംഗ്രി പുത്തലോട്ട് അത് വായിലേക്ക് വെച്ചെടുത്ത് ഇതെൻ്റെ ടീച്ചറിന് വേണ്ടി എന്ന് പറഞ്ഞ് അത് പൊട്ടിത്തെറിച്ചു. അതിൻ്റെ ഇമ്പാക്റ്റ് കാണിച്ചില്ല. ആകാശം പച്ച നിറത്തെ കത്തി. അവിടെ ഉള്ളവർക്ക് പോലും ഡൗസോങ് 2 സ്റ്റാർ 8 സ്റ്റാർ ഉള്ള ആളെ ഡിഫീറ്റ് ചെയ്യൂ, ഷിയോയിൻ സ്ട്രോങ് ആണ് എന്നൊക്കെ ചർച്ച. അടുത്ത തവണ എങ്ങനെ ഡെഡാകരുതെന്ന് ഓർത്തു വെച്ചോ. ഈ ടെക്നിക്ക് ഞാൻ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് ടൈൻസി 3 മിസ്റ്റീരിയസ് ചേഞ്ച് അത് ബേണിംഗ് ഫ്ലെയിം വാലിയിലാണല്ലോ. അതുമല്ല അതിൻ്റെ ടോപ്പ് സീക്രട്ട് ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ അവനൊന്നും പറ്റിയില്ല. അവനും അതിശയം. എന്നാൽ പ്രൊട്ടക്ടർ പൂ ഡെഡ് ആയില്ലെന്നേ ഉള്ളൂ, എന്നാൽ നല്ല രീതിക്ക് പരിക്കുപറ്റി എന്ന് പറഞ്ഞാൽ സോള് ഡാമേജ് ആയി. കാരണം അവർക്ക് ബോഡി ഇല്ല, സോള് മാത്രമാണല്ലോ, സോൾ ഹാളിൻ്റെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ചത്തില്ല. ഷിയോയിനെ അടിക്കാൻ വന്നത് ടൈൻസി തടഞ്ഞു. നിന്റെ കില്ലിങ് അവിടെ കൊള്ളാലോ. 6 പ്രൊട്ടക്ടർ പൂവിനും ടൈൻസി. പ്രൊട്ടക്ടർ പൂ അവൻ്റെ മാസ്റ്ററിന് സിഗ്നൽ കൊടുക്കാൻ പോകുന്നുണ്ട്. അതുവരെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ദൂരെ നിന്ന് മറ്റേ നിങ്ങളുടെ പേര് ടൈൻഫോങ് എന്തോ ആണ്. ആളെ നോക്കുമ്പോൾ സിഗ്നൽ കിട്ടി. അതുകൊണ്ട് തന്നെ സംഭവിച്ച് ബിങ്ഷുവാനും ഹുവ എന്ന 2 പേരോട് ടൈൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ട് ഐസ് റിവർ വാലി ഇത്രയും തരം താഴുമെന്ന് കരുതിയില്ല. ജയിക്കാൻ മാത്രമേ കിങ് നോക്കൂ എങ്ങനെയെന്നില്ല. അവനോട് നിന്റെ സീക്രട്ട് ടെക്നിക്ക് കൊള്ളാം, എന്നാൽ നമ്മളോട് നടക്കില്ല. ശിവനതിന് 2 ഡൗസൊന്നും ഒരു പീക്ക് ഡൗസൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ അറ്റാച്ച് ചെയ്യുമെന്ന് ഷിയോയിൻ ഒരു ടെക്നിക്ക് കൂടി എടുക്കുന്നു. അതിൽ നിന്ന് വന്ന പവറിൽ അവർ നിന്നു. ഷിയോയിൻ എടുക്കുന്നത് ഫയറിങ് ഫ്ലെയിം എക്സ്പെല്ലിങ് റിംഗ് ആണ്. ആ സ്കില്ലാണ് ആ ഫയർ ബീസ്റ്റുകൾ വരുന്നത്. എന്നാൽ അതിന് മുൻപത്തെ പോലെ അല്ലായിരുന്നു, പൂർണ്ണമായിട്ട് പഠിച്ചതുപോലെ. മുൻപ് ഒരെണ്ണമാണ് വരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ 5 എണ്ണം ഒരുമിച്ച് അതിൽ നിന്ന് വരാനായിട്ട് തുടങ്ങി. 5 തരം ബീസ്റ്റ്, വൂൾഫ്, സ്നേക്ക്, ലയൺ, ടൈഗർ, പിന്നെ ബിയറാണ് എന്തോ തൊണ്ട്. അത് വെച്ചൊരു ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ഡേഞ്ചറാണ് ഐസ് റിവർ ടെക്നിക്ക് എടുക്കാനായിട്ട് പറഞ്ഞ് അവർ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു ഷീൽഡ് പോലെ. എന്നാൽ ശിവന്റെ ഫയറിംഗ് എക്സ്പെല്ലിങ് അത് ഫോർമേഷൻ ആക്ടിവേറ്റ് ആക്കി. അത് അവർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. ഐസും ഫയറും എന്ന അവന്റെ വലുതായിരുന്നു. ആ 3 പേരെയും അവനവന്റെ കൺട്രോളിലാക്കിയതുപോലെ അതിന്റെ ഇമ്പാക്റ്റിൽ അവിടെയുള്ള പില്ലേഴ്സ് പോലും തകരാനായിട്ട് തുടങ്ങി. ആ ഫയറിൻ്റേത് കൂടി അവരുടെ ഫോർമേഷൻ തകരാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ മുഴുവൻ ടൗക്കുകയും തീരുകയും ചെയ്യും, അവർ ഡെഡ് ആവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അവർ ഡെഡ് ആവുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ ടെൻഷനായി. നിങ്ങൾ ടെൻഷൻ ആകേണ്ട, 2 ഐസ് മാസ്റ്റർ പവർ അത് ഇരിക്കാൻ ഒരു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഓക്കെ പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി. അയാളൊരു വലിയ ബോയാണ് ഉണ്ടാക്കി. അതിൽ ആരുമാക്കി ഷിയോനെ ഫയർ വെച്ച് 2 വലിയ കൈ അത് പിടിക്കാനായിട്ട് ഒരുങ്ങി. അത് അവൻ്റെ നേരെ വിട്ടു. അതവൻ പിടിച്ചു. അവരുടെ 3 പേരുടെ ഒരുമിച്ചായതുകൊണ്ട് തന്നെ ആ ഫോർമേഷൻ ബ്രേക്കായി. എങ്കിലും അത് തടയാൻ നോക്കുന്നുണ്ട്. അവനൊരു പരിധി വരെ നോക്കി. പയ്യെ ഐസ് ഫയറിനേക്കാൾ മുകളിലാകാനും തുടങ്ങി. ഷിയോൻ മനസ്സിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൻ്റെ ആ സീക്രട്ട് ടെക്നിക്കിൻ്റെ ലിമിറ്റ് കഴിയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് കൊല്ലാനും കഴിയും. ശിവൻ എന്തോന്ന് ആലോചിക്കുന്നുണ്ട്. കുറച്ചുകൂടി മതി എന്നൊക്കെ ടൈം ചെയ്യും. അവസാനം അത് ബ്രേക്കായി. അത്രേ ഉള്ളൂ എന്ന് കരുതുകൊണ്ട് ഷിയോൻ അവർക്കും കൊടുത്തു ആംഗ്രി പുത്തലോട്സ്. ഇത്ര പെട്ടെന്ന് അങ്ങനെയാണ് ഉണ്ടാക്കി അതറിയില്ല. എങ്കിലും ആ 2 പേര് ഡെഡായി കാണണ. അയാൾക്ക് പീക്ക് ലെവലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിക്കും പറ്റി താഴുകയും വീണ്. ഷിയോൻ ഒറ്റ അടിക്ക് ഐസ് റിവർ വാലിയിലെ 3 പേരെയും തോൽപ്പിച്ച് കണ്ട അതിശയം. ഷിൻലിയാൻ പറഞ്ഞത് ഷിയോയിൻ അവരുടെ ഫാമിലിയെ രക്ഷിക്കും എന്ന് സത്യം തന്നെയാണെന്ന് ഷീഹോ അങ്ങനെ മനസ്സിലായി. ഷിയോൻ അവൻ ഒരുപാട് വീക്കായി. എങ്കിലും അറ്റാക്ക് ചെയ്ത് നോക്കി എനർജി ലോസ് ആയത് കാരണം കഴിഞ്ഞില്ല. എനിക്കൂടെ പ്രൊട്ടക്ടർ വൂവിൻ്റെ അടുത്തെത്തി നിന്നെ ആര് രക്ഷിക്കും എന്ന് അവൻ്റെ ഹാർട്ട് ഫ്ലെയിം ഉപയോഗിച്ച് പിടിച്ച്. സോളാണല്ലോ. പ്രൊട്ടക്ടർ വൂ പറയുന്നുണ്ട്, എന്നെ വല്ലതും ചെയ്താൽ സോൾ കളിനറിയാലോ നീ ഒരുപാട് സഫർ ചെയ്യും. അതുകൊണ്ട് സഫറോ എൻ്റെ ടീച്ചർ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ആയില്ലല്ലോ. അതിനെല്ലാം പകരം നൽകും. നിന്റെ സോള് ഡിസ്ട്രോയ് ആക്കിയ പോലും അത് തീരില്ല. ഞാൻ നിന്നെ അന്ന് കൊല്ലാതെ ഇരുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റി
ഇനി ഇത്ര വളരാൻ അത് അനുവദിക്കരുതായിരുന്നു. അവളാണ് മറ്റേ എൻട്രി ചിരിച്ചിട്ട് ഐസർവർ വാലി ഇനിയും ആ മണ്ടത്തരം കാണിക്കില്ല. അപ്പോൾ ടൈൻഹോ നീ റെസ്റ്റ് എടുത്തോ, ഇത് ഞാൻ നോക്കിക്കോളാം. അവ പിൽസ് വെച്ച് നിൽക്കുമ്പോഴാണ് റെസ്റ്റോ എന്നൊരു വോയിസ് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അത് സോൾ ഹാളിലുള്ളവരായിരുന്നു. പ്രൊട്ടക്ടർ ബോ സിഗ്നൽ കൊടുത്ത് അവർ വന്നു. മെയിനായിട്ട് ഡൗ വെനറേറ്റ് 2 സ്റ്റാർ ഉള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അതുപോലെ 6 ഡൗസോങ്ങും. ഇത് വളരെ ഡേഞ്ചറായ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായി. ക്യുങ്ഹായ് എന്ന ഡൗസൺ അല്ലെ ഐസർവർ വാലിക്ക് അറിയാമെന്ന പോലെ നിങ്ങൾക്ക് സ്വന്തം എമർജൻസി മെസ്സേജ് കിട്ടി, അതാണ് ഞാൻ വന്നിന്ന് തിരിച്ച്. പ്രൊട്ടക്ടർ അപ്പോൾ തന്നെ ഇതാണ് ഷിയുവൻ മാസ്റ്റർ, തന്നെ ഇവനാണ് വേണ്ടത്. അപ്പോഴേക്കും അവൻ്റെ സോൾ കൊടുത്ത് നീയാണല്ലേ ഷിയുവൻ സോൾ ഹാളിനെ ടാർഗറ്റ് ചെയ്ത ആ പയ്യൻ, നീ എൻ്റെ കൂടെ വാ. ടൈനിഹോ ഷിയുവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാൻ നേരം മറ്റേ എൽഡർ അത് തടയുകയാണ്. ക്യുങ്ഹായിനോട് നിങ്ങൾ ഷിയുവനെ നോക്കൂ, ഇത് ഞാൻ തടയാം. ടൈനിഹോയിട്ട് അവർ തമ്മിൽ ഫൈറ്റ്. ഷിയുവനെ പിടിക്കാൻ വരുമ്പോൾ ക്യുങ്ഹായി അടുത്തെത്തിയതോ മാറി. എന്നാൽ നടന്നില്ല. അവനൊരു എന്തോ വെച്ച് ലോക്കാക്കി ഒരു പ്രിസൺ പോലെ നിന്റെ ടീച്ചറിനെ പോലെ നീ കടക്കും എന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഹാൻഡ് പോലെ അതുണ്ടാക്കി അവനെ നേരിടുമ്പോൾ എങ്കിൽ നീ എൻ്റെ കൂടെ മരിക്കും എന്ന് പറഞ്ഞ ആംഗ്ല ബുദ്ധലോട്ട് അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ആ ഹാൻഡ് അത് അവൻ്റെ അടുത്തെത്തുന്ന ടൈം തന്നെ അത് ബ്രേക്കായി. നോക്കുമ്പോൾ അവിടെ ഇഷ്യ വന്നു. അവൾ ഒരു ഡൗ വെനറേറ്റ് ലെവലിൽ എത്തിയെന്ന് മനസ്സിലാകാം. അവളുടെ ലുക്ക് മാറിപ്പോയി. അപ്പോൾ ഇനി എന്താക്കാമെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. അവിടെ ചെയ്ത എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.